ഹേ ഗൈസ്, ഞാനിന്നിങ്ങനെ ബോറടിച്ചിരുന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ വന്ന് പറയണമെന്ന് തോന്നി. അപ്പം എന്താണ് ഒരു ഐഡിയൽ അച്ചടക്കമുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്? ടു മീ, എനിക്ക് അച്ചടക്കമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് അച്ചടക്കം ഇല്ല. നാട്ടുകാരെ കണ്ണിൽ എനിക്ക് അച്ചടക്കമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കണ്ണിൽ ഞാൻ തല്ലുകൊള്ളി, ഒച്ചെടുത്ത് സംസാരിക്കുന്നു, ഒച്ചെടുക്കുന്നു, എന്താ പറയുക, പെണ്ണുങ്ങളെ പോലെ നടക്കുന്നില്ല, ഫുൾ ടൈം ചെക്കന്മാരുടെ കൂടെയാണ്, ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നു. ഓക്കെ, സോ കം ടു ദ പോയിന്റ് ഗൈസ്. ഇതൊക്കെയാണ് ഒരു അച്ചടക്കമുള്ള കുട്ടിയുടെ ലക്ഷണങ്ങൾ. സോ പറയാനാണെങ്കിൽ ഞാനിപ്പോൾ നാളെടുത്ത് കോളേജ് ട്രിപ്പിന് ഗോവയിൽ പോയപ്പോൾ ഒരു ഷോർട്സ് ഇട്ടു. അന്ന് ഞാനിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ, ആ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ നാട്ടുകാരും അതേപോലെ തന്നെ എൻ്റെ കുടുംബക്കാരും ഓളെ മോൾ എന്താണ് ഇട്ടത്, ഓളെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടോ? ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ കണ്ണിന് തിമിരോ? കണ്ണിന് തിമിരം വന്നോ ഇത്ര പെട്ടെന്ന്, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾക്കൊക്കെ 80-90 വയസ്സൊന്നും ആയിട്ടില്ലല്ലോ. എൻ്റെ സ്റ്റാറ്റസ് കാണുന്നവർക്ക് അത്ര വയസ്സായിട്ടില്ല എന്ന് എനിക്കറിയാം. തിമിരായോ? പിന്നെ അതേപോലെ എന്താണ്, ഞാൻ ചെക്കന്മാരെ കൂടെയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പം അതോളെ ചെക്കനായിരിക്കും, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒക്കെ കുറേ ചെക്കന്മാരാണ് കമ്പനി, ഓള് പോക്കാണ്, ഓള് ചെക്കന്മാരുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഇത് പറയുന്നത് ആൺകുട്ടികളായിരിക്കും കേട്ടോ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ അടുത്തൊരു പെൺകുട്ടി സംസാരിച്ച് കഴിഞ്ഞാൽ ഓളെ കാര്യം തീരുമാനമാണ്. നാണുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ എന്താ പറയുക ചുരിദാറിട്ട് നടക്കുന്ന അടഞ്ഞൊതുങ്ങി ഓവർ എന്താ പറയുക അച്ചെടുക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണ്, നമ്മൾ ഇറക്കം കൊണ്ട ഡ്രസ്സ്, നമ്മൾ എന്താ പറയുക സൊസൈറ്റിക്ക് ഇതാക്കാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ ചെയ്യണത്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒച്ചെടുക്കാണ്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ല കുട്ടീൻ്റെ ലക്ഷണമാണോ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെ കാര്യത്തിന് നമ്മൾ ഒച്ചെടുത്ത് സംസാരിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവൻ്റെ വീട്ടിൽ നിന്ന് ആരും വരില്ല നമ്മൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കംഫർട്ടബിലിറ്റിയാണ്, അല്ലെങ്കിൽ എനിക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഞാൻ വേറെ ഒരാളെയും ഫോഴ്സ് ചെയ്തിട്ട് നീ അത് ഇടണം, നീ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇടണം എന്ന് ഞാൻ പറയുന്നില്ല. ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളെ ആൾക്കാർ ഇടാറുള്ളൂ. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പം പെണ്ണുങ്ങൾ എന്ത് ഡ്രസ്സ് ഇട്ടാലും നോക്കേണ്ട ആൾക്കാർ നോക്കും. അല്ലാണ്ട് ഓളൊരു ചുരിദാർ ഇട്ടുകൊണ്ട് അതിലെവിടെ എന്ത് തുളണ്ടോ നോക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ബാഡ് പറയുന്ന ആൾക്കാരെ കുറിച്ച് എനിക്ക് മനസ്സിലാകും. കാരണം ഇവർക്ക് ഫ്രസ്ട്രേഷനാണ്. കാരണം ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരൊക്കെ ഓരോ നല്ല പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും പറ്റുന്നില്ല, ഓരോരോ ഇതൊക്കെ ഇങ്ങനെ ഇതാക്കി ജീവിക്കുകയാണെന്നുള്ളതുകൊണ്ട്. അപ്പം എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. ആൻഡ് നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്വപ്നങ്ങളും സാധനങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. സോ ഗേൾസ്, നിങ്ങൾക്ക് എന്താണോ നല്ലത് അത് ഇതാക്കുക. പിന്നെ ചെറുപ്പം മുതലേ നിങ്ങൾക്ക് കുറേ ആൾക്കാർ കുറേ ഇൻസെക്യൂരിറ്റീസ് തന്നിട്ടുണ്ടാവും. അതിടരുത് അതിട്ടാൽ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല. അതിപ്പോഴും നിങ്ങളെ മനസ്സിൽ കിടക്കണം. ചിലപ്പോൾ ഒരു സ്ലീവ്ലെസ് ഇടുമ്പോഴായാലും ഷോർട്ട്സ് ഇടുമ്പോഴായാലും എനിക്ക് നിങ്ങളടുത്ത് ഒറ്റ കാര്യം പറയാനുള്ളൂ. നമുക്കൊരു ബോഡി ഉണ്ട്, അത് എത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ട് നടക്കാൻ പറ്റുമോ അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കാം. കാരണം എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് സംഭവം വന്നാലും ഇരുന്ന് കരയുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങളെ ബോഡീനെ മനസ്സിലാക്കാൻ, നിങ്ങളെ ബോഡീനെ ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ. ആൻഡ് എന്താ പറയുക, ആൾക്കാരെന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ജീവിക്കാതിരിക്കരുത്. കാരണം എല്ലാവരും ഒരു ദിവസം മണ്ണിൻ്റെ അടിയിൽ പോകാനുള്ളതാണ്. അപ്പം നമുക്കൊരിക്കലും തിരിഞ്ഞു നോക്കുമ്പോൾ റിഗ്രറ്റ് അടിക്കരുത്. ഓക്കെ, ഞാൻ അന്നത് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, ഇനി ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഈ അറ്റത്ത് ഞാനൊരു സാധനം കൊടുക്കും. നിന്റെ